ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു, നമ്മുടെ പീരിയോഡിക് ടേബിളിനെ ഒന്ന് നന്നായിട്ട് പഠിച്ചു അല്ലേ. എന്നിട്ട് പുതിയ ഒരു പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ നമ്മുടെ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്ത് വെച്ചത്. എന്നാൽ ഹെൻറി മോസ്ലി അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ, ഇൻക്രീസിങ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് അറ്റോമിക് നമ്പേഴ്സിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മുടെ ഹെൻറി മോസ്ലി പീരിയോഡിക് ടേബിളിൽ ഓരോ എലമെൻറ്റിനെയും അറേഞ്ച് ചെയ്ത് വെച്ചത്. ഓക്കെ, അപ്പോൾ ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദ അറ്റോമിക് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക് നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ് മോഡേൺ പീരിയോഡിക് ലോ നമ്മളോട് പറയുന്നത്. അപ്പോൾ ആ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ എലമെൻറ്റിനെയും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പീരിയോഡിക് ടേബിളിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ആരൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് അവസ്ഥ, ഇതൊക്കെ നമുക്കറിയണ്ടേ. ഇൻ ദ പീരിയോഡിക് ടേബിൾ ദ ഹൊറിസോണ്ടൽ റോസ് ആർ കോൾഡ് പീരിയഡ്സ് ആൻഡ് ദ വെർട്ടിക്കൽ കോളംസ് ആർ കോൾഡ് ഗ്രൂപ്പ്സ് അല്ലേ. പീരിയോഡിക് ടേബിളിൽ ഹൊറിസോണ്ടൽ റോസിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുക. അതേപോലെ വെർട്ടിക്കൽ കുത്തനെയുള്ള കോളങ്ങളെയാണ് നമ്മൾ ഗ്രൂപ്പ്സ് എന്ന് പറയാം. അപ്പോൾ ഇൻ ദിസ് പീരിയോഡിക് ടേബിൾ നമുക്കറിയാം, നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇവിടെ ജസ്റ്റ് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ 1 2 3 4 5 6 7 പീരിയഡ്സും ഉണ്ട്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പ്സും ഉണ്ട്, അതേപോലെ തന്നെ 7 പീരിയഡ്സും ഉണ്ട്. ആ ഒരു കാര്യം പഠിച്ചു വെക്കാം. നമുക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്, നമ്മൾ പീരിയോഡിക് ടേബിളിലൊക്കെ പഠിച്ചു അല്ലേ. ഇനി നമുക്കൊരു എലമെൻറ്റിനെ കിട്ടുകയാണെന്ന് വിചാരിക്കുക. നമുക്കൊരു എലമെൻറ്റിനെ കിട്ടുകയാണ്. ആ സമയത്ത് നമുക്കറിയില്ല ഇത് ഏത് ഗ്രൂപ്പിൽ ഏത് പീരീഡിൽ പെടുന്ന ഒരാളാണെന്ന് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പീരിയോഡിക് ടേബിളിൽ ആ ഒരു എലമെൻറ്റിൻ്റെ പൊസിഷൻ അയാൾ ഏത് ഗ്രൂപ്പിലാണെന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും? നമുക്ക് നോക്കിയാലാം. ഇവിടെ നമുക്ക് സോഡിയത്തിന് എടുക്കുകയാണെന്ന് വിചാരിക്കുക. സോഡിയം എന്ന് പറയുന്ന ഒരാളെ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. സോ അദ്ദേഹത്തിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 281 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു ചാർട്ടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള മുഴുവൻ എലമെൻറ്റിനെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആൾക്കാരെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആൾക്കാരുടെയും കോൺഫിഗറേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി. എന്താണത്? എന്താണ് ആ കാര്യം? ഇവിടെ നോക്കുക, നമ്മുടെ ഇവരുടെ കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ഇവരുടെ ലാസ്റ്റ് ഷെല്ലിൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1 അല്ലേ. ഇവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ, ബാഹ്യതമ ഷെല്ലിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആൾക്കാരുടെയും 1 ആണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ എടുത്ത് കളയാം. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നോക്കുകയാണെങ്കിൽ നോക്ക്, രണ്ടാമത്തെ ഗ്രൂപ്പിലാണ് ബെർലിയം, മാഗ്നീഷ്യം ഒക്കെ വരുന്നത്. അപ്പോൾ ഇവരെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു കാര്യം കാണാൻ കഴിഞ്ഞു. ഇവരുടെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ എടുത്തു, രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ എടുത്ത സമയത്ത് അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1ഉം 2ഉം ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം പറയാം, ഗ്രൂപ്പ് നമ്പർ ഗ്രൂപ്പ് 1ൻ്റെയും 2ൻ്റെയും ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്, അതിലെ എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ, അവരുടെ ബാഹ്യതമ ഷെല്ലിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം തന്നെയാണ് അവരുടെ ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ നമ്മൾ ഒരു കോൺഫിഗറേഷൻ എഴുതിയാൽ മനസ്സിലാവും അവർ ഏത് ഗ്രൂപ്പിലാണ്. അത് 1 വരുന്നതെങ്കിൽ അയാൾ ഒന്നാമത്തെ ഗ്രൂപ്പിലായിരിക്കും, 2 വരുന്നതെങ്കിൽ അയാൾ രണ്ടാമത്തെ ഗ്രൂപ്പിലായിരിക്കും. ഓക്കെ, ഇനി
ബാക്കി 3ഉം 4ഒക്കെ ഞാൻ പറയാം. ഓക്കെ, ഇനി നമ്മുടെ ബേസ്ഡ് ഓൺ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ഈച്ച് ഗ്രൂപ്പ്, അതായത് ഓരോ എലമെൻറ്റിൻ്റെയും സ്വഭാവത്തിനനുസരിച്ച് അവരുടെ പ്രോപ്പർട്ടിക്ക് അനുസരിച്ചിട്ട് എന്താണ് അവർ ഓരോ ഫാമിലി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാം, ഒന്നാമത്തത് ആൽക്കലി മെറ്റൽസ് ആണ്, രണ്ടാമത്തത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്, 3 മുതൽ 12 വരെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ്, 13 ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഹാലോജനുകൾ, നോബിൾ ഗ്യാസസ്. ഓക്കെ, അങ്ങനെ ഇവരെ ഓരോ ഫാമിലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതായത് 1, 2 ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ഇനി 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിൻ്റെ കാര്യം പറയാൻ പോവാണ്. 1, 2 ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞു, അവരുടെ ഗ്രൂപ്പിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1ഉം 2ഉം ആയിരിക്കും. ഇനി 3 മുതൽ 8 വരെയാണ്, അതായത് 13 മുതൽ 18 വരെയുള്ള അവരുടെ എലമെൻറ്റിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗ്രൂപ്പ്സ് 13 to 18, 13 മുതൽ 18 വരെയുള്ള അവരുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ ഇലക്ട്രോണിൻ്റെ കൂടെ ആഡ് 10 എന്ന് പറയുന്ന ഒരു സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അവർ ഇന്ന ഗ്രൂപ്പിലാണ്. ഇപ്പോൾ 3ാമത്തെ ഗ്രൂപ്പിലുള്ള ഒരാളാണ് ബോറോൺ, 4ാമത്തെ ഗ്രൂപ്പിൽ 13ാമത്തെ ഗ്രൂപ്പിലുള്ള ആളാണ് ബോറോൺ, 14ാമത്തെ ഗ്രൂപ്പിലുള്ള ആളാണ് കാർബൺ അല്ലേ. അതെങ്ങനെ കിട്ടിയത്? നമ്മൾ എന്ത് ചെയ്യാണ്, ബോറോണിൻ്റെ കോൺഫിഗറേഷൻ എഴുതി നോക്കുകയാണ്. 5 ആണ് ഇയാളുടെ അറ്റോമിക് നമ്പർ, അപ്പോൾ കോൺഫിഗറേഷൻ 2, 3 ആണ്. അപ്പോൾ 3, 4, 5, 6, 7, 8 ഇങ്ങനെ വരികയാണെങ്കിൽ അവരുടെ